സത്യം പറഞ്ഞാൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നൊരു ഭാഗ്യദോഷിയാണെന്ന് പറയാൻ. കാരണം എപ്പോഴും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വഴിയേ വന്നിട്ടുള്ളത്, അവസാനം കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ സീനിയറാണ്, ഏതെല്ലാം പൊസിഷനിൽ നിന്നാണ്. സെൻട്രൽ തന്നെ ഇത് വലിയ പൊസിഷനിൽ നിന്നാണ്, AICC-യിലെല്ലാം. അങ്ങനെ വലിയ പൊസിഷനിൽ ഇരിക്കാമെന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിലെ എത്രയോ വലിയ നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ അവിടെയൊന്നും രമേശ് എത്തില്ല. അത് ഇപ്പോഴും ഹരിപ്പാട് കിടക്കേണ്ട ഒരു ദുരവസ്ഥയാണ്. വേണ്ടായിരുന്നു. കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് മെയ്വഴക്കമുള്ള ഒരാളാണ്. എല്ലാവരും ഇപ്പം തന്നെ ഒരു ഈ ഭരണം കയറ്റി എത്ര നാളിത് യോജിച്ചു പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാനതിനെ തമ്മിൽ തല്ലി പിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനങ്ങനെ പറയുന്നില്ല. എന്നാലും വളരെ നയപരമായി പക്വമായി എല്ലാവരും നയിച്ചു കൊണ്ടുപോകാനുള്ള മെയ്വഴക്കവും ഉള്ള ആളും മിസ്റ്റർ രമേശ് ചെന്നിത്തലയാണ്. കാരണം ഒരുപാട് കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, ഒരുപാട് അനുഭവജ്ഞാനമുണ്ട്. ഒരുപാട് പേരുടെ സീനിയറായ ആളുകളെ മൺമറഞ്ഞു പോയ പല ആളുകളും കൂടെ ഇരുന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയം നല്ലപോലെ അറിയാവും. അതുപോലെ മനസ്സിലാക്കി രാഷ്ട്രീയം മനസ്സിലാക്കി വളരെ മെയ്വഴക്കത്തോടും വിനയത്തോടും സഹവർത്തത്തോടും ബാക്കിയുള്ളവരെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ളവരാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല. സത്യം പറഞ്ഞാൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നൊരു ഭാഗ്യദോഷിയാണെന്ന് പറയാൻ. കാരണം എപ്പോഴും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വഴിയേ വന്നിട്ടുള്ളത്, അവസാനം കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ സീനിയറാണ്, ഏതെല്ലാം പൊസിഷനിൽ നിന്നാണ്. സെൻട്രൽ തന്നെ ഇത് വലിയ പൊസിഷനിൽ നിന്നാണ്, AICC-യിലെല്ലാം. അങ്ങനെ വലിയ പൊസിഷനിൽ ഇരിക്കാമെന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിലെ എത്രയോ വലിയ നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ അവിടെയൊന്നും രമേശ് എത്തില്ല. അത് ഇപ്പോഴും ഹരിപ്പാട് കിടക്കേണ്ട ഒരു ദുരവസ്ഥയാണ്. അദ്ദേഹത്തിന് മാന്യമായൊരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു. പക്ഷെ ഗ്രൂപ്പിസത്തിൽ അദ്ദേഹത്തിന് ബലിയാടായി പോയി എങ്കിൽ നമ്മളാരും ഉത്തരവാദിയല്ല. തൊടുപുഴയിൽ താങ്കൾക്കെതിരെയും SNDP യോഗത്തിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഒരു പ്രകടനം നടത്തി അല്പസമയത്തിന് മുമ്പ്. നടത്തട്ടെ, അവർ നടത്തട്ടെ. അതല്ലേ ഈ കൊഴുപ്പത്തെ പ്രശ്നം. അവിടെ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മിടുക്കനായ നല്ല നിയമജ്ഞനായ ഒരാളാണ് അവിടെ നിന്ന് ജയിച്ചത്, തൊടുപുഴയിൽ നിന്ന്, കുഴിമാടൻ. മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ മൂവാറ്റുപുഴ കാര്യമാണ് പറഞ്ഞത്, എനിക്കറിയാൻ പറഞ്ഞ ആട്ടെ. വിജയ ജോസഫിന്റെ നാട്ടില ജോസഫിന്റെ മകനാണ് ജയിച്ചവിടെ. അതെ, അവിടെയാണ് പ്രതിഷേധം. അതെന്താ കാര്യം? അവിടെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് NSS-നെതിരെയും താങ്കൾക്കെതിരെയും SNDP യോഗത്തിനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും ഒക്കെയാണ് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയത്. അതിനുള്ള അവകാശം അവർക്കുണ്ടല്ല. ഞാൻ അവിടെയാണ് മുസ്ലിം സംഘടനകൾ അത് ചെയ്തതാരാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഈ ചെയ്തതെല്ലാം ജയിച്ചവൻ തോറ്റരുമല്ല, ഇറങ്ങി വരാൻ. ജനാധിപത്യത്തിലെ മര്യാദയും മാന്യതയും ഉണ്ടോ? ഇതിൻ്റെ സൂചന എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഈ ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭരണകക്ഷിപ്പെട്ട MLA-ക്കെതിരെ പോലും മൂവാറ്റുപുഴ ചെയ്തില്ലേ? അവിടെ റിസപ്ഷൻ പിള്ളി നടത്താൻ സാധിച്ചോ? ആരാ ഇറങ്ങി പ്രകടനം നടത്തിയത്? അപ്പോൾ ഈ അഭിപ്രായങ്ങൾ പറയാം. ഭരണകക്ഷിപ്പെട്ട ആളുകൾ തന്നെ പ്രകടനമായിട്ട് നടക്കുമ്പോൾ ആരാണ് നടന്നതെന്ന് ആലോചിച്ചോളൂ. ഇതെല്ലാം കാത്തിരുന്ന് കാണാം എങ്ങനെ ഇരിക്കും. ഈ അങ്ങ് മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പ്രതികരണങ്ങൾ അത് സംസ്ഥാന പ്രതികരണം ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കിയെന്നാണ് പൊതുവെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാലൊക്കെ ഞാൻ മുസ്ലിം ലീഗിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് അതിപ്പോഴും ഞാൻ തറപ്പിച്ച് പറയുന്നു. അതിനിത്ര എന്തിനാണ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു സംവാദത്തിന് വാ, എന്നോട് പറഞ്ഞതും അവർ പറഞ്ഞതൊക്കെ നമുക്ക് പറയാം. അത് മുസ്ലിം ലീഗിനോട് പറഞ്ഞത് മുസ്ലിം സമുദായത്തിനാണെന്ന് വരുത്തിക്കൊണ്ട് അഖില ലോകാടിസ്ഥാനത്തിൽ എനിക്കെതിരെ പ്രചരിപ്പിക്കുവാൻ മുസ്ലിം ലീഗ് തയ്യാറായി എന്നുള്ളതാണ്. അതെനിക്ക് എന്ത് ചെയ്യാനൊക്കും? NSS-നെ എതിർക്കുന്നു, എന്നെ എതിർക്കുന്നു,
അവർ പിന്നെ ആരെ എതിർക്കാത്തത്? അദ്ദേഹത്തെ അവർ ഏറ്റവും വല്ല പറഞ്ഞു ഷാജി മതമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ജാതി പറയാത്ത എന്താണ്? ഞങ്ങൾ 9 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു, ആ 9 കൊല്ലം പോയത് ഇനിയും എല്ലാവരും ഞങ്ങൾ പിടിച്ചെടുക്കും എന്നിട്ട് പറഞ്ഞിട്ട് ഇവിടെ ചർച്ചയില്ലല്ലോ, ഒരു പ്രകടനമില്ലല്ലോ, വേറെ ആരും അത് ഏറ്റുപിടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങില്ലല്ലോ. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ മതസൗഹാർദ്ദമാണ്, മതവിദ്വേഷമാണ് ഒരു വിഭാഗം ആളുകൾ. അധികാരം കിട്ടിയാൽ ഇനി എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയാം. നമുക്ക് കൂടുതൽ സംവാദത്തിലേക്ക് പോകാം. സാർ, ഒരു കാര്യം ചോദിച്ചോളൂ. NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും തിരിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഇനി തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. താക്കോൽ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കോൺഗ്രസ് എത്തിച്ചത്. ലീഗിന്റെ ചില ആവശ്യങ്ങൾ കീഴ്പ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പറച്ചിലുള്ള എല്ലാത്തിനും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ അവസരത്തിൽ ഇതുപോലുള്ള പറച്ചിലും സ്റ്റേറ്റ്മെൻറ്റ് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാം കാര്യം കഴിഞ്ഞ ശേഷം താക്കോലിൻ്റെ കാര്യവും പൂട്ടിൻ്റെ കാര്യവും ഇപ്പോൾ ഇരുന്ന് പറഞ്ഞപ്പോൾ NSSന്റെ എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി NSS വീണ്ടും ശബ്ദം ഉയർത്തുമെന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ശരിയായില്ലെന്ന് പറഞ്ഞത്. NSSന്റെ അതാണ് ഉദ്ദേശത്തിൽ പറഞ്ഞെങ്കിൽ ആ പാവം പിന്നെ രമേശിൻ്റെ തന്നെ ഭാവി നശിപ്പിക്കുകയല്ലേ. എന്തിനിങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ, അവർക്ക് കിട്ടാനോ മേടിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഇതിന് താക്കോല് വേണം, പൂട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ പറഞ്ഞത് അനുചിതമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുഖ്യമന്ത്രി വന്നു, പ്രതിപക്ഷ നേതാവായിട്ട് അവർ വന്നിട്ടില്ല. വീണ്ടും പിണറായി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയാ എൻ്റെ ആഗ്രഹം ഇപ്പോഴും നിലനിൽക്കുക. മുഖ്യമന്ത്രി പക്ഷേ വന്നില്ല, എന്ത് ചെയ്യാനൊക്കെ. ഞാൻ അന്നും പറഞ്ഞു, ഇന്ന് പറയും, നാളെ പറയും, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ജനം വോട്ട് ചെയ്തില്ല. ഞാനെന്ത് ചെയ്യാനൊക്കെ. പിന്നെ വരുന്നവരാരാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിന്ന് ആയത് മുഖ്യമന്ത്രിയായാലും അവർ നമ്മൾ അംഗീകരിക്കണം. അത് ഞാനും അംഗീകരിക്കും.